നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഏതാണ്ട് 8 ലക്ഷത്തിനടുത്ത് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതിൽ പലതും നമുക്ക് വളരെ ഉപകാരപ്പെടുന്നതാണ്. എന്നെ പോലുള്ള ആൾക്കാർ ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസ് ഇങ്ങനെ കൊണ്ടുത്തരും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് അത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടിയുള്ളൂ. നിങ്ങളുടെ ഫോണിൽ സ്പേസ് ഉണ്ടോ, ഈ ആപ്ലിക്കേഷനെ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ, ഇതൊക്കെ ആലോചിച്ചതിന് ശേഷം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ആപ്ലിക്കേഷൻ അത് ഉപകാരം ആകുമെങ്കിൽ മാത്രം അത് ഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ ചില ആപ്ലിക്കേഷൻ നമുക്ക് ഒറ്റ പ്രാവശ്യത്തെ ആവശ്യം ഉണ്ടാവും. അങ്ങനത്തത് ആവശ്യം കഴിഞ്ഞാൽ അൺഇൻസ്റ്റാൾ ചെയ്യുക. അല്ലാണ്ട് ഓരോരുത്തർ കൊണ്ടുതരുന്ന ഓരോരുത്തർ പരിചയപ്പെടുത്തുന്ന ആപ്ലിക്കേഷൻസ് ആ ചങ്ങായി ഓന് നമ്മളെ സ്വന്തം ആളാ, ഓൻ തന്നിട്ട് എങ്ങനെയാ എടുക്കാണ്ടിരിക്കുക, ഇങ്ങനെ ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. മാണെങ്കിൽ എടുക്കുക, മാണ്ടെങ്കിൽ ഒഴിവാക്കുക. പക്ഷെ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതിൻ്റെ ഉപയോഗം ഞാനിപ്പോൾ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഹായ് ടൈപ്പ് ചെയ്ത പാടെ മേലെ വന്ന് കണ്ടോ, അതൊന്ന് ക്ലിക്ക് ചെയ്താൽ എന്തൊക്കെയാണ് സുഖമാണോ, അതായത് ഒരു ഹായ് എന്നുള്ള വാക്ക് മാത്രമാണ് ഞാൻ ടൈപ്പ് ചെയ്ത്. അപ്പം ഇത്രയും വലിയൊരു ലെറ്റർ അവിടെ വന്ന് നമുക്ക് അത്രയും എഴുതുന്ന ബുദ്ധിമുട്ടും സമയവും അവിടെ കുറഞ്ഞു കിട്ടുന്നു. ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഇതെന്താ സംഭവം എന്ന് നോക്കുക. ഇതുപോലെ നിങ്ങൾക്ക് എത്ര വലിയ ഒരു ഖണ്ഡിക അല്ലെങ്കിൽ ഒരു സെന്റൻസ് ഒക്കെ എഴുതിയിട്ട് 1-2 അക്ഷരത്തിനുള്ളിൽ ഷോർട്ട് കട്ടായിട്ട് വെക്കാം. എങ്ങനെ ചെയ്യാം? അതിന് നമുക്ക് വേണ്ടത് ടെക്സ്പാൻഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിലെങ്ങനെയാണ് നമ്മൾ ഇത് സംഭവം ചെയ്യാമെന്നൊന്ന് നോക്കുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ പ്രത്യേകിച്ച് സെറ്റിംഗ്സും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം ഞാൻ അവിടെ ഡെമോ കാണിച്ചു തന്ന ഹായ് എന്തൊക്കെയാണ് സുഖമാണെന്നുള്ളത് ഇത് ഇവിടെ ഉണ്ട്. ഇത് ഓപ്പൺ ചെയ്യുന്നവരെ നിങ്ങൾ ആക്സസിബിലിറ്റി പെർമിഷൻ കൊടുക്കണം. അത് മാത്രം കൊടുത്തേക്കുക, വേറെ ഒന്നും ചെയ്യണ്ട. പിന്നെ നിങ്ങൾ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്, അതൊന്ന് ഞെക്കിയാൽ ഒന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം മേലെ ഷോർട്ട് കട്ട്, എന്ത് ഷോർട്ട് കട്ടാണോ വേണ്ടത് അത് അവിടെ എഴുതുക. ഞാനിപ്പോൾ എം എഴുതി, അതൊരു ഷോർട്ട് കട്ടാക്കി. അതിനുശേഷം താഴത്തെ ലൈനിൽ എന്താണോ നമുക്ക് ആ ഷോർട്ട് കട്ടിൽ വരേണ്ടത് അതും എഴുതുക. ഇവിടെ ഞാനിപ്പം വേറൊരു വാക്ക് എഴുതാം. എനിക്ക് ടൈപ്പ് ചെയ്യാൻ ഭയങ്കര മടിയാട്ടോ. എന്നെപ്പോൾ തോലിക്കാൻ ഇതൊക്കെ കൂടുതൽ ഉപകാരം. ഞാൻ അധികം വോയിസ് ടൈപ്പാണ് ചെയ്യുക. ഇതും വോയിസ് ടൈപ്പ് ചെയ്യട്ടെ. നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? അപ്പം നമ്മൾ എം എന്നുള്ള 2 അക്ഷരത്തിൽ ഇതാണ് കൊടുത്തത്. ഇത് എഴുതിയാൽ മതി, പിന്നെ ഒന്നും ചെയ്യണ്ട. സേവ് ചെയ്യുക, സെറ്റ് ചെയ്യുക, ഒന്നുമില്ല. അത് നമ്മളവിടെ എഴുതി കൊടുത്താൽ മതി. എന്നിട്ട് ബാക്ക് വരിക. അതും ഇവിടെ വന്നിക്കട്ടോ. ഇനി നമുക്ക് വാട്സപ്പിൽ നേരത്തെ ടൈപ്പ് ചെയ്തിടത്തിൽ എം ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. എന്തൊക്കെയാണ് സുഖമാണോ എന്നുള്ളത് അത് അവിടെ ഉണ്ട്. അതിനുശേഷം നമ്മൾ എം ടൈപ്പ് ചെയ്യുന്നു. മേലെ വന്നുണ്ടോ, അതും നമ്മളവിടെ കൂട്ടിച്ചേർത്ത്. അല്ലെങ്കിൽ അതങ്ങ് മായച്ചു തരട്ടെ. അത് മായച്ചു കഴിഞ്ഞ് വെറും എം മാത്രം കൊടുക്കുക. അന്നേരം ഇവിടെ വന്ന് അങ്ങനെ ടൈപ്പ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾക്ക് ഓരോ അക്ഷരത്തിലും അല്ലെങ്കിൽ ഓരോ ചെറിയ വാക്കിലും വലിയൊരു സെന്റൻസ് അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ ഒക്കെ ഷോർട്ട് കട്ടായിട്ട് എടുത്തേക്കാം. നമ്മളെ ടൈപ്പിംഗ് സ്പീഡ് പെട്ടെന്ന് നമുക്ക് ആൾക്കാർക്ക് മറുപടി കൊടുക്കാനും ടൈപ്പ് ചെയ്യാനും കഴിയും. തിരിഞ്ഞിക്ക സംഭവം ആർക്കറിയാം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കല്, നമ്മൾ അവിടെ കൊടുക്കുന്ന ഷോർട്ട് കട്ട് എങ്ങനെയാണോ അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ എം എഴുതിയത് രണ്ടും ചെറിയ അക്ഷരമാണെങ്കിൽ സ്മോൾ ലെറ്റർ ആണെന്നുണ്ടെങ്കിൽ ആ സ്മോൾ ലെറ്റർ തന്നെ ടൈപ്പ് ചെയ്യണം. എന്നാൽ അവിടെ വരും. അവിടെ എങ്ങനെയാണോ കൊടുത്ത് അതുപോലെ ഇവിടെ ചെയ്യണം. അപ്പം അങ്ങനെയുണ്ട്. ഈ സംഭവം നിങ്ങൾക്ക് ഉപകാരം തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ലൈക്കും കൊടുത്തേക്ക്. അപ്പോൾ നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.